ഫ്രാക്ഷൻ ഡിവിഷൻ എന്നുള്ള ഭാഗമാണ് അതിൽ ചോദ്യങ്ങൾ ചെയ്യാം. ചോദ്യം നമ്പർ 1, എ 16 meters long road is cut into pieces of length 2/3 meter. How many such pieces will be there? 16 മീറ്റർ നീളമുള്ള ഒരു കമ്പി കഷ്ണം നമ്മൾ 2/3 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പീസസ് ഉണ്ടായി എന്നാണ് ചോദ്യം. ഇവിടെ ഈ പ്രോബ്ലത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളുടെ അടുത്ത്. എൻ്റെ കയ്യിലൊരു 100 രൂപയുണ്ട്. ഞാൻ ആ 100 രൂപയെ 20 രൂപ വെച്ച് കുറേ കുട്ടികൾക്ക് കൊടുക്കാൻ ആലോചിച്ചു. അപ്പോൾ എത്ര പേർക്ക് 20 രൂപ വെച്ച് കൊടുക്കാൻ പറയും? ചില ബുദ്ധിമാന്മാരൊക്കെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയും, ടീച്ചർ 5 പേർക്കെന്ന് പറയും. നമ്മൾ എങ്ങനെ 5 കണ്ടെത്തിയത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിക്കാൻ 100നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയോ? സോ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5. അപ്പോൾ നമ്പർ ഓഫ് പീസസ് അപ്പോൾ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് സീറ്റ്സ് എന്താണെങ്കിലും നമ്മൾ എണ്ണം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ മാർഗ്ഗം എന്താണ്? ഡിവിഷനാണ്. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് 16 മീറ്റർ. ലെങ്ത് ഓഫ് 1 പീസ് എത്രയാണ്? എത്ര മീറ്ററുള്ള ഇതായിട്ട് മുറിക്കുന്നത്? 2/3 മീറ്റർ ലെങ്ത് ഉള്ള പീസസ്. അപ്പോൾ എത്ര പീസസ് വേണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 16 ഡിവൈഡഡ് ബൈ 2/3. സോ നമുക്ക് ഫ്രാക്ഷനിൽ ഡിവിഷൻ ഇല്ല. അതിനാണ് നമ്മൾ റെസിപ്രോക്കൽ പഠിക്കുന്നത്. റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ഏത് ഡിവൈഡ് ചെയ്യുന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 16 × 2 8, 8 3s are 24 പീസസ്. 24 കഷ്ണങ്ങൾ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി 3/4 liter ബോട്ടിൽ ആർ നീഡഡ് ടു ഫിൽ 5 1/4 liters ഓഫ് വാട്ടർ? 5.25 ലിറ്റർ വെള്ളം നമ്മൾ 3/4 ലിറ്റർ വീതം കൊള്ളുന്ന കുപ്പികളിലേക്ക് നിറയ്ക്കുന്നുവെങ്കിൽ എത്ര കുപ്പികൾ വേണം? അപ്പോൾ എത്ര കുപ്പികൾ, ഹൗ മെനി എന്ന് ചോദിക്കുമ്പോൾ ഈ വലിയ ലിറ്ററിനെ ഈ ചെറിയ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയേ ഉള്ളൂ. സ്റ്റെപ്പൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ ഡിവിഷൻ കറക്റ്റായിട്ട് ചെയ്താൽ മതി കേട്ടോ. ആകെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 5.25 ലിറ്ററാണ്. ഓക്കെ. ഇത് എത്ര വലിപ്പമുള്ള കുപ്പിയിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്? 3/4. കപ്പാസിറ്റി ഓഫ് എ ബോട്ടിൽ അല്ലെങ്കിൽ കുപ്പിയുടെ അളവെന്ന് പറയുന്നത് 3/4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പിയിലേക്ക് ഇതിങ്ങനെ ഒഴിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവിഷൻ നടത്തിയാൽ മതി. നമ്പർ ഓഫ് ബോട്ടിൽ കണ്ടുപിടിക്കാൻ 5 1/4 ഡിവൈഡഡ് ബൈ 3/4. ഇവിടെ മിക്സർ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ശ്രദ്ധിച്ചോണം. സോ 5 4s are 20 + 1 21/4. ഫ്രാക്ഷനിൽ ഡിവിഷൻ ഇല്ലല്ലോ, എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. എങ്ങനെ? റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏതിൻ്റെ? രണ്ടാമത്തെ സംഖ്യയുടെ. കട്ട് ചെയ്തു. 7 3s are 21. സോ ഇവിടെ 7 ബോട്ടിൽസ്. എത്ര കുപ്പി വേണം? 7 കുപ്പി വേണം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, 13 1/2 kilograms ഓഫ് ഷുഗർ ഈസ് ടു ബി പാക്ഡ് ഇൻ ടു ബാഗ്സ് വിത്ത് 2 1/4 kilograms ഷുഗർ ഈച്ച്. ഹൗ മെനി ബാഗ്സ് ആർ നീഡഡ്? മലയാളം മീഡിയം കുട്ടികൾ ടെക്സ്റ്റ് ബുക്കും കൂടി എടുത്തു വെക്കണേടാ പിള്ളേരെ. ചോദ്യം ഇതാണ്. 13.5 കിലോഗ്രാം ഷുഗർ പഞ്ചസാര നമ്മുടെ കൈവശമുണ്ട്. 2.25 കിലോഗ്രാം വീതം നമ്മൾക്ക് കുറച്ച് സഞ്ചികളിലേക്ക് ഈ പഞ്ചസാരയെ പകർത്തണം അല്ലെങ്കിൽ മാറ്റി വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബാഗ്സ് ആർ നീഡഡ്? എത്ര ബാഗ് നമുക്കിവിടെ ആവശ്യമുണ്ട്? 15.25 നമ്മുടെ കയ്യിലുള്ളത്. 2.25 വെച്ച് എത്ര പാത്രത്തിലാക്കാമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നോക്കുക, 2.25 + 2.25 എത്രയും നമുക്ക് മൈൻഡ് കൂട്ടിയെടുക്കാമല്ലോ. 2.25 2 2 4 4 വരെ 4 1/2. അങ്ങനെയാണെങ്കിൽ 2 4 1/2 ആകുമ്പോഴോ 4 4 എത്രയാവും? 9. ഇവിടെ 2.25 + 2.25 അതിൻ്റെ കൂടെ വീണ്ടും ഒരു 2.25 കൂടെ ആഡ് ചെയ്താലോ? 2.25 2.25 4 9ൻ്റെ കൂടെ ഒരു 4 കൂടെ ആഡ് ചെയ്ത് നോക്കാം. എത്ര വരും? 10 ക്വസ്റ്റ്യൻ 13 1/4 ആണേ. അപ്പോൾ ശരിയല്ലേ? 13.5 ലിറ്റർ വരും.
അപ്പോൾ എത്ര 2.25 എടുത്തു നമ്മൾ? 1 2 3 4 5 6 6 ബാഗ് മതിയായിരുന്നു. നമ്മൾ കണക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഈസി ആയിട്ട് ആൻസറിൽ എങ്ങനെ എത്തിയാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കുന്ന പ്രോസസ്സ് എന്താണ്? റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. അതായത് ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എന്നുള്ള ആശയമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം. നമ്പർ ഓഫ് ബാഗുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 13 1/2നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 13 1/2 മീൻസ് 13 × 2 26 + 1 27/2 ഡിവൈഡഡ് ബൈ 4 2 8 1 9/4. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റെസിപ്രോക്കൽ കാണണം. 27/2 × 4/9. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുക? 9 3s are 27 ആണ്, 2 2s are 4 ആണ്. സോ 3 2s are 6 ബാഗ്. 6 ബാഗെന്ന് ഉത്തരം കിട്ടും. ഓക്കെ. നാലാമത്തെ ചോദ്യം. ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 2 1/2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് വൺ സൈഡ് ഈസ് 3 3/4 സെൻറ്റിമീറ്റർ ലോങ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വശം കണ്ടുപിടിക്കുക. പരപ്പളവ് 22.5 തന്നിട്ടുണ്ട്, ഒരു വശം 3.25 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്? മറ്റേ വശത്തിൻ്റെ നീളം എത്ര? ആണ് റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 22 1/2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിൽ ലെങ്ത് എത്ര? 3 3/4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കണ്ടിട്ടുള്ളത്. ലെങ്ത് 3 3/4 ഇൻറ്റു ബ്രെഡ്ത്ത് ഈക്വൽ ടു ആണ് 22 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആദ്യം നമുക്കൊന്ന് ഫ്രാക്ഷൻ ആക്കാം. 4 3s are 12 + 3 15/4 ഇൻറ്റു ബി ഈക്വൽ ടു 22 × 2 45/2. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അല്ലെങ്കിൽ 45/2 ഇൻറ്റു 4/15. സോ ഇത് രണ്ടും കട്ട് ചെയ്താൽ 2 വരും. 15 3 ആണ് 45. സോ 3 2s are 6 സെൻറ്റിമീറ്റർ. ഈ നീളം എത്രയാണ്? 6. ഇത് 6 സെൻറ്റിമീറ്റർ എന്ന് വരും കേട്ടോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി പീസസ് ഈച്ച് ഓഫ് ലെങ്ത് 2 1/2 meters ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം എ റോപ്പ് ഓഫ് ലെങ്ത് 11 1/2 meters? ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റോപ്പ് വിൽ ബി ലെഫ്റ്റ്? ഒരു എന്താണ് 2.5 മീറ്റർ നീളമുള്ള ചെറിയ ചെറിയ പീസുകൾ നമ്മൾ 11.5 മീറ്ററുള്ള ഒരു റോപ്പിൽ നിന്നും മുറിച്ചെടുക്കുന്നു എങ്കിൽ എത്ര എണ്ണം മുറിച്ചെടുക്കുക? ഓരോ ചെറിയ പീസിൻ്റെ നീളം 2.5 മീറ്ററാണേ. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റോപ്പ് വിൽ ബി ലെഫ്റ്റ്? ബാക്കി എത്ര ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം. ഇതൊരു 11.5 മീറ്റർ നീളമുള്ള ഒരു ചരടാണ്. ഇത് ആകെ നീളം 11.5. നമുക്ക് 2.5 മീറ്റർ വീതമുള്ള എത്ര പീസസ് മുറിച്ചെടുക്കാമെന്നാണ് ചോദ്യം. ഇതിനകത്ത് 2.5 2.5 2.5 വെച്ച് എത്ര പീസസ് മുറിച്ചെടുക്കാം? ഒന്നെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടെത്താനുള്ള മാർഗം നോക്കാം. കഷ്ണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് 11 1/2 ഡിവൈഡഡ് ബൈ 2 1/2. മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഫ്രാക്ഷനാക്കി. 11 23/2 ഡിവൈഡഡ് ബൈ 5/2. വീണ്ടും അത് നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ കാണണം. സോ 23/2 ഇൻറ്റു 2/5 വരും. കട്ട് ചെയ്തപ്പോൾ 23/5 ആണ്. ഇനി നമുക്ക് 23/5 നമുക്കൊന്ന് ചെയ്യാം. 23 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 5 4s are 20, റിമൈൻഡർ 3 വരും. അപ്പോൾ എത്ര പീസസ് കിട്ടും? നമുക്ക് ആകെ 4 പീസസ് കിട്ടും. ഇനി ഓപ്ഷൻ ബി ബാലൻസ് എത്രയുണ്ടെന്നാണ് ചോദ്യം. ബാലൻസ് അതായത് ആകെ കിട്ടുന്ന ഫുൾ പീസസ് പറയുന്നത് 4 3/5 പീസസ് ആണേ. അപ്പോൾ നമുക്ക് ആകെ 4 പീസ് മിച്ചം എന്താ? ഇത്രയുണ്ട്. അപ്പോൾ മിച്ചം വരുന്നത് എത്രയാണ്? 3/5 പാർട്ടെന്നോ അല്ലെങ്കിൽ 3/5 പാർട്ട് ഓഫ് എ പീസ് എന്ന് എഴുതാം. 3/5 പാർട്ട് ഓഫ് എ പീസ്. ഓക്കെ. ഒന്നുകൂടി ടീച്ചർ വിശദീകരിച്ചാൽ 11.5 മീറ്റർ നീളമുള്ളതാണല്ലോ. എത്ര പീസസ് ആക്കിയാൽ മുറിക്കേണ്ടത്? 2.5 മീറ്റർ വെച്ചിട്ടാണ് അല്ലേ?
അപ്പോൾ 2.5 പ്ലസ് 2.5 എത്രയായി? 5ആയി. വീണ്ടും 2.5 പ്ലസ് 2.5 എത്രയായി? വീണ്ടും 5ആയി. അപ്പോൾ ടോട്ടൽ 5ഉം 5ഉം 10 മീറ്റർ. നമ്മുടെ കയ്യിലുള്ള എത്രയാണ്? 11.5 മീറ്റർ അല്ലേ? ബാക്കി ഇനി 1.5 മീറ്റർ കൂടെ അല്ലേ നമ്മുടെ കയ്യിലുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അതായത് 4 ഫുൾ പീസസ് നമുക്ക് എടുക്കാം. ബാക്കി വരുന്നത് 1.5 മീറ്ററാണ് ബാക്കി വരുന്നതെന്ന് വേണം പറയാം. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലൈക്കിനും ഒക്കെ ഒരുപാട് നന്ദി കേട്ടോ. ടീച്ചർ അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.